നമുക്ക് ആരംഭിക്കാം. നമുക്ക് 26-ാമത്തെ ലെവലില് അതെ സർ. 25 വരെ അല്ലേ? അതെ. നവമസ്കന്ധം അധ്യായം 20 ശ്ലോകം 26. 20-ാം അധ്യായം 26-ാമത്തെ ശ്ലോകം. ദുഷ്യന്തന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ഗാന്ധർവ്വവിധി അനുസരിച്ച് വിവാഹം കഴിച്ചപ്പോ ആ വിവാഹങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയതായിരുന്നു. ഗ്രാമം, ദൈവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഇതിങ്ങനെ എത്തണം. ഗ്രാമം, ദൈവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഗ്രാമമുണ്ട്, ദൈവമുണ്ട്, ആർഷമുണ്ട്, പ്രാജാപത്യം. ആണ് ഉത്കൃഷ്ടമായ 4 വിഭാഗങ്ങളായിട്ട് പറയുന്നത്. ഗ്രാമം എന്ന് പറയുന്നത് യജ്ഞവേദിയിൽ വെച്ച് കന്യകയെ ദാനമായി ചെയ്യുന്ന വിവാഹത്തിനാണ് ഗ്രാമം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറഞ്ഞ് ദുഃഖികൾക്ക് മാത്രമായി വിവാഹം കഴിച്ചു പറയുന്നത്. ആർഷം കൃഷിയുടെ വിധി അനുസരിച്ച് കൃഷിമാരിൽ ആരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ്. പ്രാജാപത്യമാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന സാധാരണ വിവാഹത്തിൽ നടക്കുന്നത്. പ്രാജാപത്യമാണ്. ഇങ്ങനെയുള്ളത് ആസുരവും ഗാന്ധർവവും രാക്ഷസവും പൈശാചവുമാണ്. ആരും വാസ്തവത്തിൽ സ്വീകരിക്കുന്നതല്ല. പക്ഷെ അങ്ങനെ സ്വീകരിച്ച കഥകൾ നമുക്ക് ധാരാളമുണ്ട്. ദോഷമല്ല, ഗുണമല്ലെങ്കിലും അതിൽ ദോഷാംശം ഉള്ളതാണ്. പക്ഷെ അത് സ്വീകരിക്കാറ് ശ്രീകൃഷ്ണൻ പോലും അത് രാക്ഷസീയമായ വിവാഹം സ്വീകരിച്ചിട്ടുണ്ട്. ആസുരമായ വിവാഹം നമ്മുടെ പല കഥാപാത്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഗാന്ധർവ്വവിവാഹം അതേപോലെ ശൗനകനെ പോലെയുള്ള പലരും സ്വീകരിച്ചിട്ടുണ്ട്. പൈശാചവും അപൂർവത്തിൽ ഭരതശീലൗ മഹസ്രം ബദ്വശോ ഭരതനാകട്ടെ ദുഷ്യന്തന്റെ പുത്രനായ ഭരതൻ ദൗഷ്യന്തേഹേ ഭരതസ്യ ദുഷ്യന്തന്റെ പുത്രനായ ഭരതന് അഗ്നി സ്വാചീഗുണേ ഉത്കൃഷ്ടമായ ഒരു ദേശത്തിൽ ഇരുന്നു കൊണ്ട് അഗ്നിഹിച്ചിത അഗ്നിയെ ഉറ്റുരിപ്പിച്ചു, ഹോമം ചെയ്തു, യാഗം ചെയ്തു, യജ്ഞം ചെയ്തു. ചിതഹ എന്നിട്ട് ഉറ്റുരിപ്പിക്കാതെ ചൈതന്യമുള്ളതാക്കി ആക്കി തീർക്കുക. സ്വാചീഗുണി ഉത്കൃഷ്ടമായ ഗുണമുള്ള സ്ഥലത്ത്. അപ്പൊ ഭരതന്റെ ദുഷ്യന്തന്റെ പുത്രനായ ഭരതൻ ഏറ്റവും ഉത്കൃഷ്ടമായ ദേശത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് യാഗം ചെയ്തു. സഹസ്രം ബ്രാഹ്മണാഗാവിധേതിരേ സഹസ്രം 1000 ബ്രാഹ്മണർക്ക് ബദ്വമായിട്ട്, ബദ്വ എന്നുള്ള ഒരു കണക്ക ഒരു സംഖ്യയുടെ പേരാണ്. അതായത് 13,084 എന്നുള്ള ഒരു സംഖ്യക്ക് ഒരു പ്രത്യേക പേര് കൊടുത്താണ് ബദ്വം. യജ്ഞങ്ങളിലും ദാന വിഷയങ്ങളിലൊക്കെ ഈ സംഖ്യക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കൊണ്ടായിരിക്കും ബദ്വം എന്ന പേര് വന്നത്. 13,084 കൂടുന്നതാണ് ഒരു ബദ്വം. അങ്ങനെ 13,084 ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്തു. ബദ്വശഃ ബ്രാഹ്മണാഹ ഗാഹ പശുക്കളെ
വിഭേജിതേ പശുക്കളെ വിഭജിച്ച് ദാനം ചെയ്ത് കൊടുത്തു. ദുഷ്യന്തന്റെ പുത്രനായ ഭരതൻ യാഗം ചെയ്തു എന്ന് മാത്രമല്ല, ആ യാഗത്തില് ആയിരക്കണക്കിന് ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്തു. അങ്ങനെ ആ ദാനം ചെയ്ത പശുക്കളൊക്കെ ബ്രാഹ്മണർ ഓരോരുത്തർക്ക് ഓരോരുത്തരായിട്ട് വിഭജിച്ച് എടുത്ത് അതുകൊണ്ട് അവരുടെ സന്തോഷത്തോടെ അനുസരിച്ചു പോയി കഥ. സഹസ്രം ബദ്ധുചോയത്തിൻ ബ്രാഹ്മണാകാഭിഭേദിരേ സഹസ്രം ബദ്ധുചോയത്തിൻ ബ്രാഹ്മണാകാഭിഭേദിരേ അതേ യശ്വാൻ വിസ്മാപയന്നവാൻ ദൗഷ്യന്തിരത്യഗമായ ദേവാനം ഗുരുമായേവും ത്രയസ്ത്രിംശത് ശതം. ത്രയസ്ത്രിംശത് 33 ശതം എന്ന് പറയുന്നത് 3300 ഈ അശ്വാൻ കുതിരകളെ ബന്ധിച്ചിട്ട് ഭഗവാൻ വിസ്മാപയൻ എല്ലാ രാജാക്കന്മാരെയും അത്ഭുതത്തിൽ. അശ്വമേധ യജ്ഞത്തിൽ എത്ര എണ്ണം ചെയ്തെന്ന് കണക്കില്ല, 3300 കുതിരകളെ പിടിച്ചുകെട്ടി എത്തിച്ചു. മറ്റുള്ള രാജാക്കന്മാരൊക്കെ അതുകൊണ്ട് അത്ഭുതപ്പെടുത്തി. ദൗഷ്യന്തിഹി അത്യകന്മായാം ദേവാനാം ഗുരു മായയവും. ദൗഷ്യന്തിയായ ഭരതൻ മായാം അത്യകാത് മായയെ അതിക്രമിച്ചു. ആരുടെ? ദേവാനാം. ദേവന്മാരുടെ മായാപ്രയോഗങ്ങളൊക്കെ അതിക്രമിച്ചിട്ട് ഗുരും മായയവും ഗുരുവായ പൂജ്യനായ ഭഗവാനെ തന്നെ ആശ്രയിച്ചു. ഗുരുവിനെ പൂജ്യൻ എന്നുള്ള അർത്ഥം. ദേവഗുരുവായ ബൃഹസ്പതിയല്ല, ഗുരുവായ ഭഗവാനെ തന്നെ പ്രാപിക്കുകയും ചെയ്തു. ത്രയസ്ത്രിംശതം യശ്വാൻ ദത്വാ വിസ്മാപയൻ നൃവാൻ ദൗഷ്യന്തിരത്യഗന്മായാം ദേവാനം ഗുരുമായയവും. ത്രയസ്ത്രിംശതം യശ്വാൻ ദത്വാ വിസ്മാപയൻ നൃവാൻ ദൗഷ്യന്തിരത്യഗന്മായാം ദേവാനം ഗുരുമായയവും. ശുക്ലദത്ത കൃഷ്ണാൻ ഹിരണ്യേന പരീവൃതാൻ അദാത് കർമ്മണി മഷ്മാരേ നിഹിതാനി ചതുർദശാം. മൃഗങ്ങളെ ശുക്ലദത്ത വെള്ള പല്ലുകളുള്ള കൃഷ്ണാൻ കറുത്ത നിറമുള്ള ഹിരണ്യേന പരീവൃതാൻ സ്വർണം കൊണ്ട് ചുറ്റപ്പെട്ടതായ അതാത് ദാനം ചെയ്തു. കർമ്മണി കർമ്മത്തിൽ മുഷ്ണാരേ മുഷ്ണാരം എന്നുള്ള കർമ്മത്തിന്റെ പേരാണ്. മുഷ്കാരമെന്ന് പ്രസിദ്ധമായ ഒരു തീർത്ഥസ്ഥലത്ത് വെച്ച് ചെയ്യുന്ന കർമ്മത്തിന്റെ പേരാണ് ഇവിടെ മുഷ്ണാരി എന്ന് പേര് പറഞ്ഞത്. അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രസിദ്ധമായ യജ്ഞത്തിൽ വെച്ച് യാഗത്തിൽ വെച്ച് അതാത് ദാനം ചെയ്തു. എങ്ങനെ? ഹിരണ്യേന പരീവൃതാൻ സ്വർണം കൊണ്ട് മൂടപ്പെട്ടത് ശുക്ലദത്ത ശുദ്ധമായ പല്ലുകളോടുകൂടി ആയ നിയുതാനി ചതുർദശ 14 ലക്ഷം കൃഷ്ണാൻ മൃഗാൻ കറുത്ത മൃഗങ്ങളെ എന്നുള്ളതൊന്നും ഇവിടെ ആനകൾ എന്ന് ഉദ്ദേശിക്കാൻ. ശുക്ലദത്ത എന്ന് പറഞ്ഞേക്കുന്നുണ്ട് വെള്ളപ്പല്ലുകളുള്ളത്, കൊമ്പുള്ളത്. കൊമ്പുകൾ സ്വർണം കെട്ടി ഹിരണ്യേന പരീവൃതാൻ ശുക്ലദത്ത. ആ
എന്താണ് ശുക്ലദത്തഹ എന്നുള്ള വാക്കുകൊണ്ടും കൃഷ്ണവർണ്ണം കൊണ്ടും ആന എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. വെളുത്ത പല്ല് പ്രസിദ്ധമായ ആയ പല്ല് ആനയ്ക്കാണ് വെള്ള നിറമുള്ളതാണ്. അതിൽ സ്വർണം കെട്ടിയിട്ട് ഉഷ്ണാരി എന്നുള്ള കർമ്മത്തിൽ വെച്ച് നീതാനി ചതുർദശ 24 ലക്ഷം പശുക്കളെ, നീത ലക്ഷമാണ്, 24 ലക്ഷം ആനകളെ ഉഷ്ണാര കർമ്മത്തിൽ വെച്ച് അദ്ദേഹം ദാനം ചെയ്തു. പശുക്കളെ ദാനം ചെയ്തു, ആനകളെ ദാനം ചെയ്തു. മൃഗാൻ ശുക്ലദത്ത കൃഷ്ണാൻ ഹിരണ്യേന പരീകൃതാൻ അതാത് കർമ്മണി മഹ്മാരേ നിഹിതാനി ചതുർദശ. മൃഗാൻ ശുക്ലദത്ത കൃഷ്ണാൻ ഹിരണ്യേന പരീകൃതാൻ അതാത് കർമ്മണി മഹ്മാരേ നിഹിതാനി ചതുർദശ. ഭരതസ്യ മഹത്കർമ്മ ന പൂർവേ നുവാഹ നൈവാപുർനൈവ പ്രാപ്ഷ്യന്തി ബാഹുഭ്യം പ്രതിപം യഥാ. ഭരതസ്യ മഹത് കർമ്മ, ഭരതന്റെ ഈ മഹത്തായ കർമ്മം ന പൂർവേ, ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല, നവാപരെ ഇനിയും ആർക്കും ചെയ്യാൻ പറ്റില്ല രാജാക്കന്മാർക്ക്. നൈവ ആപുഹു ന ഏവ പ്രാപ്ഷ്യന്തി ബാഹുഭ്യാം പ്രതിപം. പുണ്യകർമ്മം കൊണ്ട് മാത്രമല്ലാതെ ബാഹുബലം കൊണ്ട് സ്വർഗം പ്രാപിക്കാൻ കഴിയാത്തതുപോലെ ഭരതന്റെ കീർത്തി ഭരതനല്ലാതെ മറ്റാർക്കും നേടാൻ കഴിഞ്ഞില്ല. നൈവാപുർ നൈവ പ്രാപ്ഷ്യന്തി, രാജാക്കന്മാർക്ക് ആരും പ്രാപിച്ചില്ല എന്നർത്ഥം. അവരേ നിർവാഹ, മറ്റുള്ള രാജാക്കന്മാർ ആരും പ്രാപിച്ചില്ല, മറ്റുള്ളവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. ബാഹുബലം കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റാത്തതുപോലെ മറ്റുള്ള രാജാക്കന്മാർക്ക് തങ്ങളുടെ ബാഹുബലം കൊണ്ട് ഇദ്ദേഹത്തെ അതിക്രമിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് ഈ ദുഷ്യന്തന്റെ പുത്രമായ ഭരതൻ ചെയ്തത്. ഭരതസ്യ മഹത്കർമ്മ ന പൂർവേ പാപരേ നൈവ പ്രാപ്ഷ്യന്തി ബാഹുഭ്യം പ്രതിപം യഥാ. ഭരതസ്യ മഹത്കർമ്മ ന പൂർവേ പാപരേ നൈവ പ്രാപ്ഷ്യന്തി ബാഹുഭ്യം പ്രതിപം യഥാ. കിരാതഹൂണാൻ യവനാൻ അന്ധ്വാൻ കങ്കാൻ ഖശാൻ ശകാൻ അബ്രഹ്മണ്യപാംശാഹൻ ദിഗ്വിജയേഖിലാൻ. ദിഗ്വിജയത്തിൽ വെച്ച് അഖിലാൻ മ്ലേച്ഛാൻ അഹൻ, എല്ലാ മ്ലേച്ഛന്മാരെയും ദുഷ്ടന്മാരെയും കൊന്നു കളഞ്ഞു. ദിഗ്വിജയത്തിൽ അത്രേ ചെയ്തുള്ളൂ. ആ ദിഗ്വിജയത്തിൽ ആരെയൊക്കെയാണ് ഭരതന്റെ ഒരു പരാക്രമം സൂചിപ്പിക്കുകയാണ്. ബ്രാഹ്മണരെ കൊന്നില്ല, ക്ഷത്രിയരെ കൊന്നില്ല, വൈശ്യരെ കൊന്നില്ല, ശൂദ്രന്മാരെ കൊന്നില്ല. വേദം പഠിച്ചവരെയൊക്കെ സംരക്ഷിച്ചു, ധർമ്മത്തെ സംരക്ഷിച്ചു, വൈദിക കർമ്മങ്ങളെ സംരക്ഷിച്ചു. ഇതിലൊന്നും ശ്രദ്ധയില്ലാതിരിക്കുന്ന കാട്ടാള ജാതിക്കാരെ മാത്രമാണ് കൊന്നുകളഞ്ഞത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കിരാതന്മാർ, കാട്ടാളന്മാർ, ഊണന്മാർ, യവനന്മാരെ അന്ധ്രാൻ കങ്കാൻ ഖശാൻ, അന്ധന്മാരെ യവനന്മാരുടെ ഒരു കൂട്ടരാണവർ. കങ്കന്മാരെ കഴുകന്മാരുടെ മാംസം തിന്ന് ജീവിക്കുന്നവരാണ്. ഖശന്മാരെ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ട് നടക്കുന്ന കൊലയാളികളാണ്. ശകാൻ, ശകന്മാര് ദുഷ്ടരാജാക്കന്മാർ. അബ്രഹ്മണ്യാൻ, വേദത്തെ നിഷേധിക്കുന്നവരെ. നപാംശഹൻ, രാജാക്കന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു. മ്ലേച്ഛാൻ ദിഗ്വിജയെ അഖില, ദിഗ്വിജയത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഭരതൻ നിഗ്രഹിച്ചത്. കിരാതഹൂണാൻ യവനാൻ അന്ധ്രാൻ കങ്കാൻ ഖശാൻ ശകാൻ അബ്രഹ്മണ്യാൻ നൃപാംശാഹൻ മ്ലേച്ഛാൻ ദിഗ്വിജയേഖിലാൻ. കിരാതഹൂണാൻ യവനാൻ അന്ധ്രാൻ കങ്കൻ ഖശാൻ ശകാൻ അബ്രഹ്മണ്യാൻ നൃപാംശാഹൻ മ്ലേച്ഛാൻ ദിഗ്വിജയേഖിലാൻ. ദേവാൻ ഏരപൗകാംസി ഭേജിരേ ദേവസ്ത്രിയോരഫാം നീതാഹ പ്രാണിവേ പുനരാകരത്.
ജിത്വാ ജയിച്ചിട്ട് പുരാ ദേവാൻ ജിത്വാ പണ്ട് ദേവന്മാരെ ജയിച്ചിട്ട് രഫൗകാംഫിഭേദിരേ ആരാണോ രഫാതലത്തെ പ്രാപിച്ചിരിക്കുന്നവർ അസുരന്മാരെയും ദേവന്മാരെയും ജയിച്ചിട്ട് ജിത്വാ പുരാ അസുരാഹ ദേവാൻ ആരാണോ രഫൗകാംഫി രഫം എന്നാൽ പാതാളം വെള്ളം നിലനിൽക്കുന്ന സ്ഥലം ഭൂമിക്കടിയിലുള്ള രഫാതലം അത് ഓകഫാക്കിയവർ താമസമാക്കിയവർ അവരാണ് രഫൗകാംഫി. അങ്ങനെ രഫാതലങ്ങളെ ആരാണോ ഹേജിരെ ഭജിച്ചത് ആശ്രയിച്ചത് അവിടെ താമസിച്ചിരുന്നവർ ദേവസ്ത്രീയോ രഫാം നീതാഹ പ്രാണിഭിപ്പുനരാഹ ദേവസ്ത്രീകളെ പാതാളത്തിലേക്ക് കൊണ്ടുപോയ പ്രാണികളെയൊക്കെ പുനരെ ആഹരത് അവരെയൊക്കെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഇവരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ദേവസ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി പാതാള ലോകത്തിൽ ഒളിപ്പിച്ചവരെയൊക്കെ വീണ്ടെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. ജിത്വാപുരാ ദേവാൻ രഫൗകാംഫിഭേദിരേ ദേവസ്ത്രീയോരഫാം നീത പ്രാണിഭി പുനരാഹരത് ജിത്വാപുരാ ദേവാൻ രഫൗകാംഫിഭേദിരേ ദേവസ്ത്രീയോരഫാം നീത പ്രാണിഭി പുനരാഹരത് സർവകാമാൻ ദുദുഹതു പ്രജാനം തത്സിരോദസി പമാ തൃണമഫാഹഫ്രീഹമവർത്തയത് സർവകാമാൻ ദുദുഹതു പ്രജാനം പ്രജകൾക്ക് എല്ലാ ആഗ്രഹങ്ങളെയും കറന്നുകൊടുത്തു. സർവകാമാൻ ദുദുഹതു ദോഹനം ചെയ്തു കൊടുത്തു. തസ്യ രോദഫി എന്ന് വെച്ചാൽ ദ്യാവാ പൃഥിവികൾ അന്തരീക്ഷം നടത്താം. സമാഹ തൃണവ ഫാഹശ്രീഹി ദിക്ഷു ചക്രമവർത്തയത് സമാഹ വർഷങ്ങൾ ത്രിനവം 9×3 സഹസ്രം 27,000 സമാഹ വസ്ത്രങ്ങൾ വർഷങ്ങൾ ത്രിനവ സാഹസ്രീഹി അവിടെ ത്രിനവം 9 3 × 9 27 സഹസ്രം 1000 27,000 സംവത്സരം ദിക്കുകളിൽ ചക്രം അവർത്തേത് തന്റെ ആജ്ഞാചക്രത്തെ പ്രവർത്തിപ്പിച്ചു കൊടുത്തു. ഭരതൻ രാജ്യം ഭരിച്ചിരുന്ന അത്രയും കാലത്ത് ഭൂമിയിലുള്ളവർക്കും അന്തരീക്ഷത്തിൽ ഉള്ള സമസ്ത പ്രജകൾക്കും അവരാഗ്രഹിച്ച സകല പദാർത്ഥങ്ങളും കടന്നുകൊടുത്തു ഭരതൻ. ഭൂമിയിൽ മാത്രമല്ല അന്തരീക്ഷാരികളായിരിക്കുന്ന സകല ജന്തുക്കൾക്കും ജീവികൾക്കും സർവ കാമാൻ ദുദുഹതു പ്രജാനാം തസ്യരോദസി എന്നിട്ട് അങ്ങനെ 27,000 സംവത്സരം എല്ലാ ദിക്കുകളിലും തന്റെ കീർത്തിചക്രം പരത്തിക്കൊണ്ട് രാജ്യത്തെ നിർവഹിച്ച മഹാചക്രവർത്തിയായിരുന്നു ഭരതൻ. സർവകാമൻ ദുദുഹതു പ്രജാനാം തസ്യരോദസി സമാസ്തൃണവസാഹസ്രീ ദിക്ഷുചക്രമവർത്തയത് സർവകാമൻ ദുദുഹതു പ്രജാനാം തസ്യരോദസി സമാസ്തൃണവസാഹസ്രീ ദിക്ഷുചക്രമവർത്തയത് സമ്രാട് ലോകപാലാഖ്യം ഐശ്വര്യമധിരാശ്രിയം ചക്രം ച അസ്ഖലിതം പ്രാണാൻ മുഷ്യേ പരരാമഹാം. സമ്രാട് ആ ചക്രവർത്തി ലോകപാലാഖ്യം ഐശ്വര്യം അധിരാശ്രിയ ആ ചക്രവർത്തിയായ അവൻ ലോകപാലന്മാരിൽ ഏറ്റവും പ്രസിദ്ധിയോടുകൂടിയ ലോകപാലാഖ്യം ഐശ്വര്യത്തെ അധിരാജ് അതിനെ അതിക്രമിച്ചവനായ
മഹാരാജാക്കന്മാരെയും മറ്റുള്ള ചക്രവർത്തിമാരെയും ഒക്കെ അതിക്രമിച്ചവനായിട്ട് ചക്രം ച അസ്ഖലിതം പ്രാണാൻ മൃഷേത്യുപരരാമ. അധിരാശ്രിയം ചക്രവർത്തിമാരുടെ സമസ്ത ഐശ്വര്യത്തെ, അസ്ഖലിതം ചക്രം തടസ്സമില്ലാത്ത ആജ്ഞയെയും, പ്രാണാൻ ഇന്ദ്രിയങ്ങളെയും മൃഷായിതി മിഥ്യയാണെന്ന് വിചാരിച്ച് ഉപരരാമഹി അതിൽ നിന്നും പിന്തിരിക്കുന്നത്. ഇത്രയുമൊക്കെ ഉണ്ടാക്കി 27,000 വർഷം രാജ്യവും ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഭരത മഹാരാജാവിന് വിരക്തി ഉണ്ടാകാൻ തുടങ്ങി എന്ന് പറയാൻ പോവാണ്. അങ്ങനെ വിരക്തി ഉണ്ടായപ്പോൾ ഭക്തി ഉണ്ടായി. ആ വഴിക്കൂടി മുക്തി വിവരിക്കുന്നു എങ്ങനെയാണ്. ചക്രവർത്തിയായിരുന്ന ആ ഭരതരാജാവ് ലോകപാലന്മാരുടെ മധ്യത്തിൽ ഏറ്റവും പ്രസിദ്ധനായി കീർത്തി പ്രാപിച്ചിരുന്ന ആനകള്, കുതിരകള്, രഥം, കാലാൾ എന്ന ചതുരംഗവാഹിനിയായ സൈന്യത്തിന്റെ അധിപനായിരുന്ന തന്റെ ഐശ്വര്യത്തെ മുഴുവൻ മറ്റുള്ള രാജാക്കന്മാരുടെ ധനൈശ്വര്യാദികളെയും എല്ലായിടത്തും തടസ്സമില്ലാത്ത തന്റെ ആജ്ഞാചക്രത്തെ കടത്തിവിട്ടുകൊണ്ടിരുന്നവനായ ആ രാജാവ് സകല ഇന്ദ്രിയങ്ങളും പരമപുരുഷാർത്ഥ പ്രാപ്തിയെ തടസ്സപ്പെടുത്തുന്നവയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് ദുഃഖപ്രദമാണ്, നിഷ്പ്രയോജനമാണ്, സ്വപ്നം പോലെ മിഥ്യയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവയിൽ നിന്ന് വിരമിച്ചു. ഇങ്ങനെയാണ് ഐശ്വര്യത്തിന് ഭരതന് വിരക്തി ഉണ്ടായത് എന്ന് കാണിക്കാൻ ഈ ശ്ലോകം. സമ്രാട്ട് ലോകപാലാഖ്യം ഐശ്വര്യം അധിരാശ്രിയം. ആ സമ്രാട്ടായ ചക്രവർത്തി ലോകപാലന്മാരുടെ പേരുള്ള ഐശ്വര്യത്തെ മുഴുവൻ, അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയാം, 8 ദിക്പാലകന്മാര് അഷ്ടൈശ്വര്യങ്ങൾ ഒരു കൂടിയവനായ അവൻ അധിരാശ്രിയം മറ്റുള്ള രാജാക്കന്മാരുടെ സ്ത്രീയെയും ചക്രം ച തന്റെ ആജ്ഞാചക്രത്തെയും അസ്ഖലിതം പ്രാണാൻ ഒരു തടസ്സവുമില്ലാത്ത ഈ പ്രാണനെയും മൃഷായിതി വെറുതെയാണ്, വൃഥാവിലാണ് തിരിച്ചറിഞ്ഞിട്ട് ഉപരാമ. സമ്രാട് ലോകപാലാഖ്യം ഐശ്വര്യമധിരാശ്രിയം ചക്രം ച അസ്ഖലിതം പ്രാണാൻ മൃഷേത്യുപരാമ. സമ്രാട് ലോകപാലാഖ്യം ഐശ്വര്യമധിരാശ്രിയം ചക്രം ച അസ്ഖലിതം പ്രാണാൻ മൃഷേത്യുപരാമ. സമ്രാട് ലോകപാലാഖ്യം ഐശ്വര്യമധിരാശ്രിയം ചക്രം ച അസ്ഖലിതം പ്രാണാൻ മൃഷേത്യുപരാമ. തസ്യാപം നൃപവൈദഭ്യ പത്നിസ്തിസ്രഃ സമ്മതാഃ ജഘ്നുസ്ത്യാഗഭയാത് പുത്രാൻ അനുരൂപായിതീരിതേ. തസ്യാസൻ അവൻ ഉണ്ടായിരുന്നു എന്നപ്പ അല്ലയോ രാജാവേ, വൈദഭ്യ പത്നിഃ തിസ്രഃ സുസമ്മതാഃ. അവന് വിദർഭ രാജാവിന്റെ പുത്രിമാരെ പത്നിമാരായിരുന്നു. വൈദഭ്യ വിദർഭന്റെ പുത്രിമാർ 3 പേരെ പത്നിമാരുണ്ടായിരുന്നു. സുസമ്മതാഹ എല്ലാവർക്കും സമ്മതകളായ ആ 3 പത്നിമാർ അദ്ദേഹത്തിനുണ്ടായി. തസ്യാസനൃപ വൈദഭ്യ പത്നിസമ്മത ജഘ്നുഹു ത്യാഗഭയാത് പുത്രാൻ അനുരൂപായി. പക്ഷേ ദോഷമുണ്ട്, ഇവരൊക്കെ പുത്രന്മാരുണ്ടായി. ആ പുത്രന്മാരെ ഒക്കെ നോക്കുമ്പം തനിക്ക് അനുരൂപരല്ല ആരും, തന്നെ പോലെ ആരും ഇരിക്കുന്നില്ല. അനുരൂപനല്ല എന്ന് കണ്ടിട്ട് ഇവരൊക്കെ തന്നെ ത്യജിക്കുമോ എന്ന് ഭയന്നിട്ട് ത്യാഗഭയാത് പുത്രാൻ ജഘ്നുഹു ആ പുത്രന്മാരെയൊക്കെ കൊന്നു കളഞ്ഞു. ഇതാണ് ദുഷ്യന്തൻ ഒടുവിൽ ചെയ്ത കർമ്മങ്ങൾ. എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞ് ഈ പത്നിമാരിൽ പുത്രന്മാരുണ്ടായപ്പോൾ ആ പുത്രന്മാരാരും തന്നെ പോലെയല്ല, തന്നെ പോലെ വീരശൂര പരാക്രമികളല്ല, തന്നെ പോലെ കർമ്മങ്ങൾ ചെയ്യുന്നവരല്ല, ആകൃതിയിലും തന്നെ പോലെയല്ല. ഇതിങ്ങനെ കണ്ടപ്പോൾ ഭാവിയിൽ ഇവരെ ദുഷ്യന്തനെ ഈ ഭരതനെ ത്യജിക്കും ഉറപ്പായപ്പോൾ ഇപ്പൊ തന്നെ ആ പുത്രന്മാരെയൊക്കെ അദ്ദേഹം കൊന്നുകളഞ്ഞു.
തഫ്യാഫം നിർഭവൈദഭ്യപ്രജ്ഞസ്തിഷ്രഫു സമ്മതാ യജ്ഞസ്ത്യാഗഭയാത് പുത്രാൻ നാനരൂപ ഇതീരിതേ. തഫ്യാഫം നിർഭവൈദഭ്യപ്രജ്ഞസ്തിഷ്രഫു സമ്മതാ യജ്ഞസ്ത്യാഗഭയാത് പുത്രാൻ നാനരൂപ ഇതീരിതേ. തഫ്യൈവം വിദധേ വംശേ തദർത്ഥം വ്യജതത്സുതം മരുത്സ്തോമേന മരുതോ ഭരദ്വാജമുപാദതു. തഫ്യേവം അവന് അങ്ങനെ വിദധേ വംശേ വംശം നിഷ്ഫലായി. ഇനിയും ആ ഭരതന്റെ വംശത്തിൽ ആരുമില്ല, പുത്രന്മാർ ആരുമില്ല, അഴയ്ക്ക് എന്നുള്ളത്. അങ്ങനെ ആയപ്പോൾ തദർത്ഥം അതിനുവേണ്ടി വംശം നിലനിർത്താൻ പുത്രന്മാരുണ്ടാവണം എന്ന് കരുതി യജതഃ യജ്ഞം ചെയ്തു. ഫുതം മരുത്സ്തോമേന അങ്ങനെ യജ്ഞം ചെയ്യുന്ന അവനെ മരുസ്തോമം എന്ന പേരായ ഒരു യാഗത്തിൽ വെച്ച്, ആ യജ്ഞത്തിന്റെ പേരാണ് മരുസ്തോമം. ആ യജ്ഞത്തിൽ വെച്ച് മരുത്തുകൾ ഭരദ്വാജൻ ഉപാദതു, ഭരദ്വാജൻ എന്ന പേരായ ഒരു പുത്രനെ രാജാവിന് കൊണ്ടുപോകും. അങ്ങനെ യജ്ഞശാലയിൽ നിന്നും മരുത്തുകളുടെ പ്രസാദം കൊണ്ട് അദ്ദേഹത്തിന് ഭരദ്വാജൻ ഒരു പുത്രനെ ഭരതന്റെ വംശം നിലനിർത്താൻ കിട്ടിയെന്ന്. അവിടെ മുതൽ ഈ ഭാരതവംശത്തിന്റെ ഒരു ദുരന്ത കഥയിലേക്ക് കുറേശ്ശെ കടന്നു പോവുകയാണ്. അനന്തരാവകാശികൾ ആരുണ്ട് ആരുമില്ല എന്നുള്ള ഒരു സങ്കടം രാജ്യഭരണത്തിന്റെ ആ ദുർഗമമായ വ്യവസ്ഥ ഇങ്ങനെ പിന്തുടർന്നു വരികയാണ്. ഇവിടെ ഭരതനെ ഈ ആശങ്ക കൊണ്ട് പുത്രന്മാരെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഭരദ്വാജൻ എന്ന പുത്രനെ ദത്തെടുക്കുന്നത് പോലെ യജ്ഞശാലയിൽ നിന്ന് ഇദ്ദേഹത്തിന് യജ്ഞദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയൊരു പുത്രനാണ്. വിദധേ വംശേ തദർത്ഥം യജതത്സുതം മരുത്സ്തോമേന മരുതോ ഭരദ്വാജമുപാദതു. തഫ്യൈവം വിദധേ വംശേ തദർത്ഥം യജതത്സുതം മരുത്സ്തോമേന മരുതോ ഭരദ്വാജമുപാദതു. അന്തർവജ്ഞം ഭ്രാതൃപത്ന്യാം മൈഥുനായ ബൃഹസ്പതി പ്രവൃത്തോ വാരിതോ ഗർഭം ക്ഷത്വാ ബീജമവാപ്നുജത്. ഇങ്ങനെ ചെറിയ കഥ പറയാം, ഭരദ്വാജനെ എങ്ങനെ യജ്ഞശാലയിൽ നിന്ന് കിട്ടി എന്നൊക്കെ. പണ്ടൊരിക്കല് ബൃഹസ്പതി മൈഥുനം ചെയ്യാൻ വേണ്ടിയിട്ട്, പത്നിയുമായി രമിക്കാൻ വേണ്ടിയിട്ട് ഭ്രാതൃപത്ന്യാം അന്തർവത്നി എന്ന് വെച്ചാൽ ഗർഭിണി, അന്തർവത്ന്യാം ഭ്രാതൃപത്ന്യാം ഗർഭവതിയായ സഹോദര പത്നിയിലേക്ക് മൈഥുനം ചെയ്യാൻ വേണ്ടി അടുത്തത്. പ്രവൃത്ത തുടങ്ങിയപ്പോൾ വാരിതോ ഗർഭം, അകത്തുണ്ടായിരുന്ന ഗർഭം അതിനെ തടഞ്ഞു. പറ്റില്ല എന്താ കാരണം, ഇതിൻ്റെ അകത്ത് ഒരാളിക്കുള്ളിൽ ഇരിക്കുന്ന സ്ഥലമില്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ശപ്ത്വാ അതിൻ്റെ അകത്ത് നിന്ന് ഗർഭസ്ഥ ശിശു ഇദ്ദേഹത്തെ ശപിച്ചു. വീര്യം അവാസൃജത് അകത്തേക്ക് നിക്ഷേപിച്ച വീര്യത്തെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. അന്തർവത്ന്യാം ഭ്രാതൃപത്ന്യാം മൈഥുനായ ബൃഹസ്പതി പ്രവൃത്തോ വാരിതോ ഗർഭം ശപ്ത്വാ വീര്യം അവാസൃജത്. അന്തർവത്ന്യാം ഭ്രാതൃപത്ന്യാം ബൃഹസ്പതി മൈഥുനായ പ്രവൃത്ത. അന്തർവത്നിയായ ഗർഭവതിയായ സഹോദര പത്നിയിലെ മൈഥുനത്തിന് വേണ്ടി ബൃഹസ്പതി ആരംഭിച്ചു. അപ്പോൾ ഗർഭം വാരിത, ഗർഭത്തിലുള്ള ശിശു അതിനെ എന്താ തടഞ്ഞു, എന്നിട്ട് ശപിച്ചു. എന്താണ്, നീ അന്ധനായി തീരട്ടെ എന്ന്. അങ്ങനെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ഈ ബൃഹസ്പതി ശപിച്ചു. കാരണം എന്റെ വീര്യത്തെ നീ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് നീ അന്ധനായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ശപിച്ചുകൊണ്ട് വീണ്ടും വീര്യമാധാനം ചെയ്തു. അപ്പൊ ഗർഭസ്ഥനായ ശിശു ആ വീര്യത്തെ തന്റെ കാലുകൊണ്ട് തട്ടി താഴെ കളഞ്ഞു. പുറത്തു വീണ
ആ ബൃഹസ്പതിയുടെ വീര്യം ഉടനെ ഒരു കുമാരനായിട്ട് ഭവിച്ചു. കാരണം രണ്ട് അണ്ടങ്ങൾ തമ്മിൽ സംയോജിച്ച് കഴിഞ്ഞതാണ്. അകത്ത് രണ്ടുപേർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരാൾ പുറത്താക്കിയതാണ്. അങ്ങനെ നിലത്ത് വീണ ആ ബൃഹസ്പതിയുടെ വീര്യം ഒരു കുമാരനായിട്ട് ഭവിച്ചു. ഇങ്ങനെ ബൃഹസ്പതിയുടെ സഹോദരനായ ഉദത്യന്റെ പത്നിക്ക് മമത എന്നായിരുന്നു പേര്. ആ ബൃഹസ്പതിയാൽ ശപിക്കപ്പെട്ട മമതാഗർഭഗതനായ ശിശുവാണ് അന്ധനായി ജനിച്ച ദീർഘതമസം മുനി. നിലത്ത് വീണ ബൃഹസ്പതിയുടെ വീര്യത്തിൽ നിന്നുണ്ടായ ശിശുവാണ് ഭരദ്വാജൻ. ഭരദ്വാജൻ എങ്ങനെ വന്നു എന്ന് കഥ പറയാൻ പുറപ്പെട്ടതാണ്. ഒരു കുറച്ചു പിടിച്ച കഥയാണെന്ന് തോന്നിക്കാം, എങ്കിലും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ഉള്ള കഥകളും സംഭവങ്ങളും നടന്നിരുന്നു എന്ന് വ്യാസൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പം സഹോദര പത്നിയിലേക്ക് ഗർഭാധാനം ചെയ്യാൻ വേണ്ടി ചെന്നു. പക്ഷെ ഗർഭവതിയായിരുന്നുള്ള അകത്തുള്ള ശിശു അത് സമ്മതിച്ചില്ല. അപ്പൊ അവനെ ശപിച്ചു, നീ അന്ധനായി പോകട്ടെ എന്ന്. അങ്ങനെ അവൻ അന്ധനായിട്ട് ജനിച്ചു. അവന്റെ പേര് ദീർഘമുനിയാണ്. അപ്പോൾ അവൻ കാലുകൊണ്ട് ഉള്ളിലേക്ക് കിടന്ന ഈ സംയോജിതമായ ഗർഭബീജത്തെ അദ്ദേഹം പുറത്തേക്ക് തള്ളിവിട്ടു. അത് പുറത്ത് കിടന്ന് ഒരു കുറച്ച് നാളുകൊണ്ട് ശിശുവായിട്ട് ഭവിച്ചു. അവനാണ് ഭരദ്വാജൻ. ആ ഭരദ്വാജനെയാണ് ഈ യജ്ഞശാലയിൽ വെച്ച് ഈ ഭരതന് പുത്രനായിട്ട് കൊടുത്തത്. അന്തർവത്ന്യാം ഭ്രാതൃപത്ന്യാം മൈഥുനായ ബൃഹസ്പതി പ്രവൃത്തോ വാരിതോ ഗർഭം ശത്വാ വീജമവാസൃജത്. അന്തർവത്ന്യാം ഭ്രാതൃപത്ന്യാം മൈഥുനായ ബൃഹസ്പതി പ്രവൃത്തോ വാരിതോ ഗർഭം ശത്വാ വീജമവാസൃജത്. ന ത്യക്തു കാമാം മമതാം ഹസ്തുത്യാഗവിശങ്കിതാം നാമനിർവചനം ദക്ഷ്യ ശ്ലോകമേനം സുരാജഗുഹു. ന ത്യക്തു കാമാം മമതാം. മമത ഇവനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഭർത്തൃത്യാഗവിശങ്കിതാം. ഭർത്താവ് ത്യജിക്കുമെന്നുള്ള ശങ്കയോട് കൂടിയിട്ട് അവനെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നവളുമായ മമതയോട് നാമനിർവചനം, അവന്റെ നാമത്തെ നിർവചിക്കുന്ന ഏനം ശ്ലോകം, ഈ ശ്ലോകത്തെ സുരാഹ ദേവന്മാർ ജഗുഹു പാടി. അപ്പൊ ഇപ്പൊ വാസ്തവത്തിൽ മമതയ്ക്ക് രണ്ടു പുത്രന്മാരായി. ഒന്ന് ദീർഘതമസ്, അത് ബൃഹസ്പതിയുടെ അനുജന്റെ പുത്രനാണ്. അതുകൂടാതെ ബൃഹസ്പതിയുണ്ടായ മറ്റൊരു പുത്രനാണ് ഭരദ്വാജൻ. അപ്പം ഈ ഭരദ്വാജൻ വാസ്തവത്തിൽ തന്റെ ഭർത്താവിന്റെ പുത്രനല്ല, സഹോദരന്റെ പുത്രനാണ്. അപ്പോൾ ഈ പുത്രനെ വളർത്തിക്കൊണ്ടെന്ന് കണ്ടാൽ ഈ ഭർത്താവ് തന്നോട് കോപിക്കും എന്നൊരു പേടി മമതയ്ക്കുണ്ടായി. അതുകൊണ്ട് മമത ആ പുത്രനെ ഉപേക്ഷിക്കാൻ തയ്യാറായി. പക്ഷെ ബൃഹസ്പതിയുടെ വീര്യമായതുകൊണ്ട് ദേവന്മാർക്ക് അവനെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനെ ദേവന്മാർ അവനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതാണ് യജ്ഞത്തിൽ വെച്ച് കൊടുക്കാൻ കാരണമായത്. അങ്ങനെ ദേവന്മാർ ഇവനെ സ്വീകരിക്കാൻ നേരം പേരിട്ടാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ പേര് വന്നുവെന്ന് അടുത്തയിൽ പറയാൻ പോവാം. തം ത്യക്ത്വാമാം മമതാം ഭർത്തൃത്യാഗവിശങ്കിതാം നാമനിർവചനം ദക്ഷ്യ ശ്ലോകമേനം സുരാജഗുഹു. തം ത്യക്ത്വാമാം മമതാം ഭർത്തൃത്യാഗവിശങ്കിതാം നാമനിർവചനം ദക്ഷ്യ ശ്ലോകമേനം സുരാജഗുഹു. മൂഢ ഭരദ്വാജമിമം ഭരദ്വാജം ബൃഹസ്പതേ യാതോ യദുക്വാ പിതരോ ഭരദ്വാജസ്തതസ്വയം. മൂഢേ, അറിവില്ലാത്തവളെ ദേവന്മാർ മമതയോട് പറഞ്ഞാണ്. ദ്വാജം എന്ന് വെച്ചാൽ ദ്വൗഭ്യാം ജായതേ, രണ്ടുപേരിൽ നിന്നും ഉണ്ടായവൻ, അതാണ് ദ്വാജം. രണ്ടുപേരിൽ നിന്നും ഉണ്ടായ ദ്വാജം ഇമം, ഇവനെ ഭരിക്കൂ, രക്ഷിക്കൂ. അതുകൊണ്ട് ദ്വാരം ഇമം ഭജ. അതുകൊണ്ട് ഭരദ്വാജം ബൃഹസ്പതേ യാദൗ യദുക്ത്വാ. ഹേ ബൃഹസ്പതേ, രണ്ടുപേരിൽ നിന്ന് ജനിച്ചവനെ ഭരിച്ചാലും എന്ന് പറഞ്ഞിട്ട് പിതരവും മാതാപിതാക്കൾ
ഭരദ്വാജ തതസ്തു അയം. മാതാപിതാക്കൾ യാദവ് പോയി. തതഹ അയം, അതുകൊണ്ട് ഇവൻ ഭരദ്വാജൻ എന്ന് പേരുള്ളവനായി തീർന്നു. ദ്വാജം ഭര കൂടി ചെന്നപ്പോൾ ഭരദ്വാജൻ എന്ന പേരായി. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആ പേരുണ്ടായത്. ദ്വാജൻ രണ്ടുപേരിൽ നിന്നും ജനിച്ചവൻ. പുത്രനെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല, അത് ഹിംസയ്ക്ക് തുല്യമാണ് എന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരിൽ ജനിച്ച് ഇവനെ നീ തന്നെ ഭരിക്കുക എന്ന് ഭരദ്വാജനോട് ദേവന്മാർ എല്ലാം കൂടി എന്ന് ബൃഹസ്പതിയോട് ആവശ്യപ്പെട്ടു. അത് കേൾക്കാതെ ഉപേക്ഷിച്ചു പോകാൻ മമത ഭാവിച്ചപ്പോൾ ദേവന്മാർ ബൃഹസ്പതിയോട് ഹേ ബൃഹസ്പതി, ഇവനെ രക്ഷിക്കണം എന്ന്. അത് കേട്ട് ബൃഹസ്പതിയോട് മമതയോട് ബൃഹസ്പതിയും ഇതിനെ തന്നെ ആവർത്തിച്ചു പറഞ്ഞു. രണ്ടാളും ശിശുവിനെ ഭരിക്കാതെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ കിട്ടിയ പുത്രനാണ് ഭരദ്വാജൻ. പതിയും വിട്ടുപോയി, മമതയും വിട്ടുപോയി. അങ്ങനെ ദേവന്മാര് സംരക്ഷിച്ചു കൊണ്ടുവന്ന ആളിനെയാണ് ഭരതൻ ഇപ്പോൾ പുത്രനായിട്ട് കൊടുക്കാൻ കാരണമായത്. മൂഢരേ ഭരദ്വാജം ഇമം ഭരദ്വാജം ബൃഹസ്പതി യാദൗ യദുക്വാപിതരോ ഭരദ്വാജ തദസ്വയം. മൂഢേ ഭരദ്വാജമിമം ഭരദ്വാജം ബൃഹസ്പതേ യാദൗ യദുക്വാപിതരോ ഭരദ്വാജ തദസ്വയം. ചോദ്യമാനാസുരൈരേവം മത്വാഭിതഥമാത്മജം വിസൃജൻ മരുതോ ബിഭ്രൻ തത്തോയം വിദധന്വയേ. ചോദ്യമാനാഹ സുരൈഹി, ദേവന്മാരാൽ പ്രചോദിപ്പിക്കപ്പെട്ടുവെങ്കിലും ഏവം മത്വ വിതഥം ആത്മജം, ഇങ്ങനെ ആത്മജനെ വിദഗ്ധം മത്വ വ്യർത്ഥമാണെന്ന് വിചാരിച്ചിട്ട് യസൃജത് ഉപേക്ഷിച്ചു. മരുതു അഭിഭ്രത്, മരുത്തുകൾ അവനെ ഭരിച്ചു. തത്വയം വിദധേ അന്വയെ, അങ്ങനെ വിദഗ്ധമായ നിഷ്ഫലമായ ഈ വംശത്തിന് വേണ്ടി അവനെ ദാനം ചെയ്യപ്പെട്ടു. അപ്പൊ ഭരദ്വാജൻ എന്ന് പേര് കിട്ടിയെങ്കിലും വ്യഭിചരിച്ചുണ്ടായി പുത്രനായതുകൊണ്ട് അപവാദമുണ്ടാകും എന്ന് കരുതി മമതയും ബൃഹസ്പതിയും പുത്രനെ ഉപേക്ഷിച്ചു. അപ്പൊ ദേവന്മാര് വളർത്തി. വംശവിച്ഛിത്തി വരുന്ന ഈ അവസരത്തില് മരുത്തുകൾ തന്നെ ഭരതനെ ഈ ഭരദ്വാജൻ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഭരതപുത്രനായിട്ട് ഭരദ്വാജൻ ഉണ്ടായത്. ചോദ്യമാനാസുരൈരേവം മത്വാഭിതഥമാത്മജം വ്യസൃജൻ മരുതോ അഭിഭ്രതത്തോയം വിദധയന്വയേ. ചോദ്യമാനാസുരൈരേവം മത്വാഭിതഥമാത്മജം വ്യസൃജൻ മരുതോ അഭിഭ്രൻ ദത്തോയം വിദധന്വയേ. ഇങ്ങനെ 20-ാമത്തെ അധ്യായം അവിടെ ഉപസംഹരിച്ചു. ദുഷ്യന്തന്റെ കഥയും ദുഷ്യന്തന്റെ പുത്രനായ ഭരതന്റെ കഥയും ഭരതന്റെ മഹാത്മ്യവും ഭരതന്റെ വംശത്തെ നിലനിർത്തുവാൻ ഭരദ്വാജനുണ്ടായ കഥയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിച്ചത്. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് സമയം കുറച്ചുകൂടി ഉണ്ടല്ലോ, 10 മിനിറ്റ് ഉണ്ട്. ഇനി അങ്ങോട്ട് വംശ പരമ്പര പറഞ്ഞേ ഉള്ളൂ. അതിങ്ങനെ നമുക്ക് വായിച്ചു വിടാനേ ഉള്ളൂ. കാര്യമായി ഇങ്ങനെയുള്ള ചില കഥ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കഥ ഉള്ളൂ. അത് കഥകൾ എന്ന് മാത്രമേ ഉള്ളൂ. നവമത്തിലെ വിഷയങ്ങൾ അതുപോലെ തന്നെയാണ്. 21-ാം അധ്യായം. ശ്രീശുകോവാച വിദസസ്യഫുദോ മന്യോ ബഹൽക്ഷത്രോ ജയസ്തതഃ ഹാ വീര്യോ നരോഗർഗ സംഗതിസ്തു നരാത്മജാഹം. വിദധന്റെ പുത്രന്മാർ ഫുദോ, മന്യുഹു, ബൃഹക്ഷത്രോ ജയപ്രദഃ. ഈ ഭരദ്വാജനെ വിദധൻ എന്നൊരു പേരും കൂടി പിന്നീടുണ്ടായി. ആ പേരാണ് ഇവിടെ ഇപ്പം ഉപയോഗിച്ചത്. ഭരതവംശം വിദഗ്ധമായ സമയത്ത് മരുദേവന്മാരാൽ ദാനം ചെയ്യപ്പെട്ട ഭരദ്വാജന് ഇവിടെ ഭരതൻ വിദഗ്ധൻ എന്നൊരു പേരിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഭരദ്വാജനെ തന്നെയാണ് വിദഗ്ധൻ എന്ന് വിളിക്കുന്നത് കൂടി തിരിച്ചറിയണം.
വിദധഫിഫുത ഭരദ്വാജന്റെ പുത്രൻ എന്ന് നമുക്ക് പറയാം. നമ്മൾ കേട്ട കഥ അവിടെയാണ്. പക്ഷെ ഇവിടെ ഒരു പേരുമാറ്റം കൂടി നടത്തി. അതെന്താണ്? തന്റെ വംശം നിഷ്ഫലമാകുന്ന സമയത്ത്, വിദഗ്ധമാകുന്ന സമയത്ത് തന്നെ രക്ഷിക്കാൻ എത്തിയവനാണ് ഇവൻ എന്നുള്ളത് കൊണ്ട് വിദഗ്ധൻ എന്നൊരു പേര് കൊടുത്താണ്. അങ്ങനെ ബൃഹസ്പതിയുടെ പുത്രനാണ് അവൻ. ബ്രാഹ്മണനാണെങ്കിലും ഭരതന്റെ ദത്തുപുത്രനായതുകൊണ്ട് ആ ഭരതവംശത്തെ അംഗമായിട്ട് തന്നെ അദ്ദേഹത്തെ കരുതുകയാണ്. അങ്ങനെ വിദഗ്ധന്റെ പുത്രൻ മഞ്ഞു, മഞ്ഞുവിന്റെ പുത്രൻ ബഹുക്ഷത്രൻ, അവനിൽ നിന്നും ജയൻ, മഹാവീരൻ, നരൻ, ഗർഗൻ എന്ന് 5 പുത്രന്മാർ ഉണ്ടായി. ബഹുക്ഷത്രൻ, ജയൻ, മഹാവീരൻ, നരൻ, ഗർഗൻ എന്ന് 5 പുത്രന്മാരെ ഉണ്ടായി. അതിൽ നരന്റെ പുത്രന്റെ പേരാണ് സംകൃതി എന്ന്. വിദധഫ്ഷിഫുതോ മന്നുക്ഷത്രോജയക്തദഃ മഹാവീര്യോ നരോ ഗർഗ നരാത്മജ. ഇത് സംഗതി നരന്റെ പുത്രനാണ്. ഗുരുശ്ചരന്തിദേവശ്ച പങ്കൃതേ പാണ്ഡുനന്ദന രന്തിദേവഹ്യ യശ ഇഹ അമുത്തചഗീയതേ. ഫങ്കൃതേ, ഫങ്കൃതിക്ക് ഗുരുശ്ച രന്തിദേവശ്ച ഫങ്കൃതേ പാണ്ഡുനന്ദന. ഹേ പാണ്ഡുപുത്ര, ഹേ പരീക്ഷത്തെ, ഫങ്കൃതിക്ക് 2 പുത്രന്മാർ, ഗുരു എന്നും രന്തിദേവൻ. രന്തിദേവഹ്യ യശഃ, രന്തിദേവന്റെ കീർത്തി ഇഹ അമുത്രചഗീയതേ, ഈ ലോകത്തിലും പരലോകത്തിലും കീർത്തിക്കപ്പെടുന്ന ഒരു വലിയ കീർത്തി രന്തിദേവനുണ്ടായി. അതുകൊണ്ട് രന്തിദേവന്റെ കഥയെക്കുറിച്ചൊന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇത്ര കീർത്തി ഉണ്ടായത്? ഗുരു അങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ട് അവനെ വിട്ടു. ഗുരുശ്ച രന്തിദേവസ്ഥാഫങ്കൃതേ പാണ്ഡുനന്ദന രന്തിദേവഹ്യ യശ ഇഹ അമുത്രചഗീയതേ. വിയദ്വിത്തഫ്യതോ ലബ്ധം ലബ്ധം ബഹുക്ഷതഃ നിഷ്കിഞ്ചനഫ്യധീരഫ്യാഫകുടുംബഫ്യഭീതതഃ വ്യതീയുരഷ്ടചത്വാരിംശത് അഹന്യപിപദക്കിലാം കൃതപായ ഫം യാവം തോയം പ്രാതുരുപക്തിതം പൃച്ഛപ്രാപ്തകുടുംബഫ്യക്ഷുത്രുഭ്യാം ജാതവേവഥോ അതത് ബ്രാഹ്മണകാലേ ഭോക്തുകാമഫ്യ ചാഗമത്. ശ്ലോകം ഒന്നിച്ച് നമുക്ക് അർത്ഥം പറഞ്ഞത് ശരിയാവുള്ളൂ. വിയത് വിത്തഫ്യ, ആകാശത്തിന് കിട്ടുന്ന ധനം, അതാണ് വിയദ്വിത്തം. വീണ് കിട്ടുന്ന ധനം, യാദൃച്ഛികമായി വന്നു ചേരുന്ന ധനം. വിയദ്വിത്തഫ്യ ദദതഃ, അതൊക്കെ ദാനം ചെയ്തു. ലബ്ധം ലബ്ധം ബുഭുക്ഷിതഃ, ലഭിച്ചതിനെയൊക്കെ ഭുജിക്കാൻ ആഗ്രഹിക്കുന്നവനും ആയ ആ രാജാവ് കിട്ടുന്നതിനെ മുഴുവൻ ദാനം ചെയ്തു. രന്തിദേവന്റെ യശസ് എങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. ആകാശത്തിൽ നിന്ന് വീണ് കിട്ടുന്ന പോലെ എതിർച്ചയാ വന്നു ചേരുന്ന ധനം മാത്രമാണ് കയ്യിലുള്ളത്. ആ ധനമെല്ലാം ദാനം ചെയ്തു. ബുഭുക്ഷത, അപ്പൊ ആഹാരത്തിന് വഴിയില്ലാണ്ടായി. നിഷ്കിഞ്ചനഫ്യധീരഫ്യാപകുടുംബഫ്യഭീതതഃ, നിഷ്കിഞ്ചനായ, അങ്ങനെ ആഹാരത്തിന് കൂടി വഴിയില്ലാതെ ഒന്നുമില്ലാത്തവനായ അദ്ദേഹം ധീരഫ്യ ഫകുടുംബഫ്യഭീതതഃ, ധീരനായ അദ്ദേഹം, കുടുംബത്തോടു കൂടിയവനായ അദ്ദേഹം തളരുന്നതിനായി. കാരണം കിട്ടുന്നൊക്കെ ദാനം ചെയ്യുള്ളൂ. അത് എങ്ങൊന്നും മേടിച്ചല്ല ദാനം ചെയ്യുന്നത്, യാദൃച്ഛികമായിട്ട് വന്നു ചേരുന്നതാണ്. ലോട്ടറി അടിക്കുന്ന പറയുന്ന പോലെ അതും അങ്ങോട്ട് പൈസ കൊടുത്തത്, ഇത് അതും വേണ്ട, അല്ലാതെ കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്ന ധനമെല്ലാം ദാനം ചെയ്ത് വിശന്നിരുന്ന്, മുണ്ട് മുറുക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ വിശന്നിരുന്നു ആ കുടുംബത്തോടൊപ്പം. പക്ഷെ ധൈര്യം വിട്ടില്ല. ധീരനായ അദ്ദേഹം തളർന്നുപോയി. അങ്ങനെ വ്യതീയുഹു അഷ്ടചത്വാരിംശത് അഹന്യപിപദക്കിലാം. വ്യതീയുഹു കഴിഞ്ഞുപോയി. അഷ്ടചത്വാരിംശത് 48, ചത്വാരിംശത് 40, അഷ്ടം 8, അഷ്ടചത്വാരിംശത് 48 അഹാനി ദിവസങ്ങൾ അപിപദക്കില, കുടിക്കാതെ പോയി. വെള്ളം പോലും കുടിക്കാതെ 48 ദിവസം കഴിഞ്ഞു പോയി. ഒന്നും കിട്ടുന്നില്ല.
കുടുംബസഹിതം വിശന്ന് തളർന്നു. പക്ഷെ ധൈര്യം ഇടാത്തത് കൊണ്ട് അദ്ദേഹം ജലപാനം പോലും ചെയ്യാതെ 48 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവഗതി കൊണ്ട് ഹൃതപായസ സംയാപം തോയം പ്രാതരുപസ്ഥിതം, നെയ്യ്, പായസം, സംയാപം ഒരു ധാന്യമാണ്, യവം പോലെ ഒരു ധാന്യം. ഇത്രയുമുള്ള അന്യവിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് എവിടുന്നോ ലഭിച്ചു. ആരോ കൊണ്ട് കൊടുത്തു. യാദൃശ്യം നെയ്യ് കിട്ടി, ഹൃതം, പായസം, സംയാപം, തോയം, വെള്ളവും, പ്രാതര ഉപസ്ഥിത, രാവിലെ തന്നെ തന്റെ അടുത്തേക്ക് വന്നു ചേർന്നു. വൃക്ഷപ്രാപ്ത കുടുംബസ്യ ക്ഷുത്രുഭ്യാം ജാതവേപഥോ അതിത് ബ്രാഹ്മണക്കാലേ ഭോക്തുകാമഭ്യജാഗതം. വൃക്ഷപ്രാപ്ത കുടുംബസ്യ, ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തോടു കൂടിയവനായ അവൻ. ക്ഷുത്രുഭ്യാം, എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്ന? ദാഹവും വിശപ്പും കൊണ്ട്. ജാതവേപഥോഹ്, വിറയ്ക്കാൻ തുടങ്ങി, വെള്ളം കുടിക്കാതെ വിശന്നിട്ട്. അങ്ങനെ അദ്ദേഹം ഈ കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിത് ബ്രാഹ്മണക്കാലേ ഭോക്തുകാമഭ്യജാഗമൻ, അപ്പോൾ ബ്രാഹ്മണനായ ഒരു അതിഥി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തിണ്ണക്കൂട്ട് വന്നു കയറി. അതിത് ബ്രാഹ്മണക്കാലേ ഭോക്തുകാമഭ്യജ ആഗതം ലബ്ധം ലബ്ധം ബുഭുക്ഷതാം നിഷ്കിഞ്ചനസ്യ ധീരസ്യാപകുടുംബസ്യ പീഡതാം യതീയുരഷ്ടചത്വാരിംശത് അഹാന്യപിബദക്കിലാം കൃതവായസ സംയാപം തോയം പ്രാതരുപസ്ഥിതം വൃക്ഷപ്രാപ്തകുടുംബസ്യ ക്ഷുത്രുഭ്യാം ജാതവേപഥോഃ അതിത് ബ്രാഹ്മണക്കാലേ ഭോക്തുകാമഭ്യജാഗമത് യദ്യുക്തസ്യ ദൃതോ ലബ്ധം ലബ്ധം ബുഭുക്ഷതാം നിഷ്കിഞ്ചനസ്യ ധീരസ്യാപകുടുംബസ്യ പീഡതാം യതീയുരഷ്ടചത്വാരിംശതഹന്യപിബദക്കിലാം കൃതവായസ സംയാപം തോയം പ്രാതരുപസ്ഥിതം വൃക്ഷപ്രാപ്തകുടുംബസ്യ ക്ഷുത്രുഭ്യാം ജാതവേപഥോഃ അതിത് ബ്രാഹ്മണക്കാലേ ഭോക്തുകാമഭ്യജാഗമത് തസ്മൈ സംയഭജത് കോന്നമാദിത്യ ശ്രദ്ധയന്വിത ഹരിം സർവത്ര സംപശ്യൻ സഭുക്ത്വാ പ്രയോ ദ്വിജഃ. തസ്മൈ, അവനായിക്കൊണ്ട്, സംവ്യഭജത്, അവനായിക്കൊണ്ട് ആ അന്നത്തെ വിഭജിച്ചു കൊടുത്തു. സ്വന്നം ആദിത്യ ശ്രദ്ധയന്വിത, ആദരവോടുകൂടി ശ്രദ്ധയോടുകൂടി അന്നം വന്ന അതിഥിക്ക് വിഭജിച്ചു കൊടുത്തു. ഹരിം സർവത്ര പശ്യൻ, എല്ലായിടത്തും ഹരിയെ മാത്രം കണ്ടുകൊണ്ട്, ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട്, സ്വഭുക്ത്വ പ്രയോഗ്യ, ആ ബ്രാഹ്മണൻ അത് ആവോളം ഉപയോഗിച്ച് അദ്ദേഹം ഉപയോഗിച്ചു. തസ്മൈ സംയഭജത് പൊന്നമാദിത്യ ശ്രദ്ധയന്വിതാം ഹരിം സർവത്ര സംപശ്യൻ സ്വഭുക്ത്വാ പ്രയോഗ്യ. തസ്മൈ സംയഭജത് സ്വന്നം ആദിത്യ ശ്രദ്ധയന്വിതാം ഹരിം സർവത്ര സംപശ്യൻ സ്വഭുക്ത്വാ പ്രയോഗ്യ. അഥ അന്യോ ഭോക്ഷ്യമാണസ്യ വിഭക്തസ്യ മഹീപദേ വിഭക്തം വ്യഭജത് തസ്മൈ വഷളായ ഹരിം സ്മരൻ. അങ്ങനെ കിട്ടിയ ഭക്ഷണ സാധനം വിഭജിച്ച് ഇയാൾക്ക് കൊടുത്തു, ബാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു തുടങ്ങിയപ്പോൾ അഥ അന്യ, വേറൊരാൾ ഭോക്ഷ്യമാണസ്യ, ഇവർ ഭുജിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിഭക്തസ്യ മഹീപദേ, ഹേ രാജാവേ, അദ്ദേഹം വിഭജിച്ചു കൊടുത്തിട്ട് ബാക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ വന്നു. വിഭക്തം വ്യഭജത് തസ്മൈ, ബാക്കി ഉണ്ടായിരുന്നതിന്റെ ഒരു ഭാഗം വിഭജിച്ച് തസ്മൈ വൃഷളായ ഹരിം സ്മരൻ, അദ്ദേഹം വന്ന വൃഷളനാണ്, ശൂദ്രനാണ്, ആ ശൂദ്രനായിക്കൊണ്ട് വിഭജിച്ചു കൊടുത്തു. ഹരിം സ്മരൻ, ഇതൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ്. അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ബ്രാഹ്മണന് കൊടുത്തത്, ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഇപ്പൊ വൃഷളന്, ശൂദ്രന് കൊടുക്കുന്നത്. അധന്യോ ഭോക്ഷ്യമാണസ്യ വിഭക്തസ്യ മഹീപദേ വിഭക്തം വ്യഭജത് തസ്മൈ വൃഷളായ ഹരിം സ്മരൻ. അധന്യോ ഭോക്ഷ്യമാണസ്യ വിഭക്തസ്യ മഹീപദേ വിഭക്തം വ്യഭജത് തസ്മൈ വൃഷളായ ഹരിം സ്മരൻ. യാതേ ശൂദ്രേ തമന്യോഗാത് അതിഥിം സ്വഭിരാപ്രതാം
രാജനെ ദീയതാമന്നം സകനായ ബുഭുക്ഷതേ. ബാക്കി ഉണ്ടായിരുന്നത് ഇയാൾക്ക് കൊടുത്തതിന് ബാക്കി കുറച്ചേ ഉള്ളൂ. അത് എല്ലാരും കൂടെ കഴിക്കാൻ ഇങ്ങനെ ആലോചിച്ച് എടുത്തു വെച്ചപ്പോൾ യാതേ ശൂദ്രേ, ശൂദ്രൻ പോയപ്പോൾ തം അന്യു അഗാധ അതിഥി, വേറെ അതിഥി വന്നത്. അന്യു അഗാധ അതിഥി, മറ്റൊരു അതിഥി വന്നു. ശുഭിരാവൃത, അയാളുടെ കൂടെ കുറെ പട്ടികളുണ്ട്. അത് ഒറ്റയ്ക്കല്ല. ശുഭിഹി ആവൃത, പട്ടികളാൽ ചുറ്റപ്പെട്ടുകൊണ്ട്. ഏ രാജൻ, അല്ലയോ പരീക്ഷത്തെ, അയാളുടെ രാജാവിനെ വിളിച്ചു പറഞ്ഞു, ഹേ രാജൻ, മേ ദീയതാമന്നം ഭഗനായ ബുഭുക്ഷതേ. എനിക്ക് അന്നം തരൂ, വിശന്നിരിക്കാം. ഞാൻ മാത്രമല്ല, ഈ പട്ടികളും വിശന്നിരിക്കാം. അങ്ങനെ വിശന്ന് വലയുന്ന എനിക്കും ഈ നായ്ക്കൾക്കുമുള്ള അന്നം തരണമേ എന്ന് യാചിച്ചു. യാതേ ശൂദ്രേ തമന്യോഗാദതിഥി ശുഭിരാവൃതാം രാജന്നെ ദീയതാമന്നം ഭഗനായ ബുഭുക്ഷതേ. ആദിത്യാവശിഷ്ടം യത് ബഹുമാനപുരഃകൃതം തച്ച് ദത്വാ നമശ്ചക്രേഷുഭ്യശ്വപതേ വിഭൂ. അവൻ ആദിത്യ, ഈ അതിഥി ആദരിച്ചിട്ട് അവശിഷ്ടം യത്, ബാക്കിയുണ്ടായിരുന്നത് മുഴുവനും ബഹുമാനപുരഃകൃതം, വളരെ ബഹുമാനത്തോടെ തച്ച ദത്വ, അതും കൊടുത്തിട്ട് നമശ്ചക്രേ, നമസ്കരിച്ചു. ശുഭ്യ ശ്വപതേ, ഗോക്കളെയും നമസ്കരിച്ചു. ശ്വപതി, ഗോവിനെ നയിച്ചു കൊണ്ടെന്ന് നായകനായ അയാളെയും നമസ്കരിച്ചു. അങ്ങനെ ശ്വാക്കളെയും അവയുടെ നാഥനെയും ഹരിഭാവനയോടുകൂടി നമസ്കരിച്ചു. ബാക്കിയുള്ളതും ഗുണപ്പെടുത്തി. ആദിത്യാവശിഷ്ടം യത് ബഹുമാനപുരഃകൃതം തച്ച് ദത്വാ നമശ്ചക്രേ ശുഭ്യശ്വപതയേ വിഭൂ. ആദിത്യാവശിഷ്ടം യത് ബഹുമാനപുരഃകൃതം തച്ച് ദത്വാ നമശ്ചക്രേ ശുഭ്യശ്വപതയേ വിഭൂ. പാനീയമാത്രമുച്ഛേഷം തച്ചൈകപരിതർപ്പണം പാഫ്യത പുൽക്കഫോഭ്യഗാത് അപോ ദേഹ്യശുഭ്യമേ. പാനീയമാത്രമുച്ഛേഷം, ഇനി ഇത്തിരി വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ, അതെണ്ണം കുടിക്കാം എന്ന് ചെയ്തു. 48 ദിവസമായി വെള്ളം കുടിച്ചിട്ട് നോക്കണം. അങ്ങനെ ഈ പാനീയമാത്രം ഉച്ഛേഷം അവശേഷിച്ചത് തച്ച ഏകപരിതർപ്പണം, അതും ഒരാൾക്ക് തൃപ്തിക്കുള്ള വെള്ളം ഉള്ളൂ. അത് ഈ കുടുംബത്തിന് എല്ലാവർക്കും കൂടെ ദാഹം തീർക്കാൻ, പ്രശ്നം തീർക്കാൻ തക്കതായിട്ടില്ല. തച്ച ഏകപരിതർപ്പണം, ഒരാൾക്ക് സന്തോഷിക്കാൻ മാത്രമുള്ള വെള്ളമേ ഉള്ളൂ. ആഫ്യത, അത് കയ്യിലെടുത്ത് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങുമ്പോൾ ഉൽക്കഫോ അഭ്യഗാതപോ, അപ്പോൾ ഒരു ഉൽക്കഫൻ, ഒരു ചണ്ടാളൻ, അഭ്യഗാത്, ഓടി വന്ന് കയറി. അപോലേഹ്യ ശുഭഭ്യമേ, അശുഭനായ, ദുഷ്ടനായ, നീചനായ എനിക്ക് ഇത്തിരി വെള്ളം ദൈവം കുടിക്കാൻ, വേറൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് വന്ന് ചോദിച്ചു. പാനീയമാത്രമുച്ഛേഷം തച്ചൈകപരിതർപ്പണം പാഫ്യത പുൽക്കഫോഭ്യഗാത് അബോധേഹ്യ ശുഭഭ്യമേ. പാനീയമാത്രമുച്ഛേഷം തച്ചൈകപരിതർപ്പണം പാഫ്യത പുൽക്കഫോഭ്യഗാത് അബോധേഹ്യ ശുഭഭ്യമേ. തഫ്യതാം കരുണാം വാചം നിശമ്യ വിപുലശ്രമാം കൃപയാ ഭൃശതം ദത്ത ഇതമാഹാമകമ്പചാം. തഫ്യതാം കരുണാം വാചം, അവനോട് കാരുണ്യമുള്ള അവന്റെ കാരുണ്യമുള്ള വാക്ക് കേട്ടിട്ട്, വിപുലശ്രമാം, നന്നായിട്ട് ശ്രമിച്ചു വന്നിരിക്കുന്ന വാക്ക് കേട്ട്, കൃപയാ ഭൃശതം ദത്ത ഇതമാഹ അമൃതം വത. രന്തിദേവൻ അമൃതസമാനമായ വാക്ക് അവനോട് പറഞ്ഞു. ഇങ്ങനെയുള്ള 2 ശ്ലോകത്തിലെ ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അതും കൂടി ദാനം ചെയ്ത് ഇദ്ദേഹത്തിന്റെ കൃത്യം പൂർണ്ണമാക്കുന്നു. അങ്ങനെ ഭഗവത് പ്രസാദം ഉണ്ടാകുന്നു എന്നാണ് കഥ പറഞ്ഞു വരുന്നത്. നമ്മുടെ സമയം അതിക്രമിച്ച് നമുക്ക് ഇവിടെ പ്രസംഗിക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് അടുത്ത ദിവസം നോക്കാം. രന്തിദേവന്റെ കഥയും മഹാത്മ്യവും ഒക്കെ നിങ്ങൾ ദാനമഹാത്മ്യത്തെ കേട്ടിട്ടുണ്ടാവും. അതിന് ഈ ലോകത്തും പരലോകത്തും കൃത്യം ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രസംഗിക്കാൻ സംശയം ഉണ്ടെന്ന് ചോദിക്കാം. സാറേ, ഈ കൂട്ടത്തിൽ ഒരു അണ്ണാൻ വന്നു, അണ്ണാന്റെ ഒരു വശം സ്വർണമയമാകുന്ന മഹാഭാരതത്തിലൊരു കഥയുണ്ട്. ഇത് തന്നെയല്ലേ ഈ യജ്ഞം അല്ലേ? അതെ, മഹാഭാരതത്തിൽ കീരിയുടെ കഥയല്ലേ? കീരിയുടെ. അത് അദ്ദേഹം ചെയ്ത അശ്വമേധം കൊണ്ട് തൃപ്തനായില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ദാനമാഹാത്മ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്വന്തം ആവശ്യം നിറവേറ്റാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നതാണ് ദാനം.
അങ്ങനെ ദാനമഹത്വത്തിൽ ലദ്ധിദേവനെ അതിക്രമിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാറ് നമസ്കാരം സാർ. സാർ എപ്പോഴും പറയുന്ന പോലെ വേണ്ടാത്തതിനെ അല്ല ദാനം ചെയ്യേണ്ടത്, വേണ്ടതാണ് ദാനം ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥമാണ് ഒരു ഇത് കുടിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ബോധ്യപ്പെട്ട സമയത്താണ് ഒരാൾ വന്ന് ചോദിക്കുന്നത്. ഒരാളുണ്ട്. എന്നാലും ഇല്ല, ഇത് അവർക്ക് കൊടുക്കുക. ഇതാണ് ദാനത്തിന് മഹത്വം കാണിക്കലാണ്. ഓക്കെ സാർ. സാറ് പറയുമ്പോഴല്ലേ ഇതിന്റെ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാകും. അതെ. വിഷയങ്ങൾ തീർന്നെങ്കിൽ ഇപ്പൊ സംഹരിക്കാം. നമ്മുടെ നാരായണീയ സപ്തത്തോടനുബന്ധിച്ചുള്ള ഭാഗവത പാരായണം രാവിലെ 7 മുതൽ 8:45 വരെ 1.25 മണിക്കൂർ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള ആവശ്യമില്ലല്ലോ. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും കഴിവുള്ളവരൊക്കെ 7 ദിവസം പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ എല്ലാ ദിവസവും രാവിലെ 7:30 മുമ്പായിട്ട് അവിടെ എത്തണം. ഞാൻ എല്ലാ വർഷവും പറയാറുള്ളതാണ്, എങ്ങനെയൊക്കെയാണ് വരേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ വേണം എന്നൊക്കെ. അതുപോലെ തന്നെ വീണ്ടും ഇനി ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കേൾക്കാം. ഇത്രയും 10 വർഷത്തോളായി ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അവബോധമുള്ളവരാണ്. ആ ബോധ്യത്തോടു കൂടി തന്നെ അന്ന് ഈ തിരുവനന്തപുരം 7 ദിവസമുള്ള നമ്മുടെ യജ്ഞത്തെ വിജയപ്രദമാക്കി തീർക്കാൻ എല്ലാവരും പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷയോടെ ഉപഭോഗിക്കും. പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമുദച്യതേ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ.